അമ്മേ, അച്ഛൻ എന്താ എത്താത്തെ? കേക്ക് കിട്ടി കാണുമോ അമ്മേ? അച്ഛൻ കേക്കായിട്ട് ഇപ്പൊ വരും. സമയം 5 ആയല്ലോ. 6 മണിക്കല്ലേ നമ്മൾ ബർത്ത്ഡേ ഫംഗ്ഷൻ വെച്ചേക്കുന്നേ. ആൾക്കാരൊക്കെ ഇപ്പൊ വരില്ലേ അമ്മേ? നിങ്ങളെല്ലാരും ഇത്രയും വേഗം ഒരുങ്ങി നിന്നോ? ഹാപ്പി ബർത്ത്ഡേ ഇപ്പൊ തുടങ്ങും. എങ്ങനെ തുടങ്ങുന്ന പറയണേ? കേക്ക് ഇല്ലാതെ ആരെങ്കിലും ബർത്ത്ഡേ ആഘോഷിക്കോ? നിന്റെ ചേച്ചിയുടെ കേക്ക് ഇന്നലെ രാത്രി നീ തട്ടി മറിച്ച് പൊടിച്ച് കളഞ്ഞില്ലേ? അത് സാരിയില്ല അച്ഛമ്മേ, അതിനി പറയണ്ട. കുണിക്കുമോൾക്ക് വിഷമാകും. അത് ഇന്നലെ കഴിഞ്ഞല്ലേ. എന്റെ അച്ഛനെ പുതിയ കേക്ക് വാങ്ങാൻ പോയിട്ടുണ്ട്. ഇപ്പൊ വരും. ഒരു കേക്ക് ഇന്നലെ തട്ടി മറിച്ച് പൊടിച്ചു. ഇപ്പൊ ദേ പുതിയ കേക്ക്. എന്തോരം പണം അടി ചെലവാക്കിക്കുന്നേ. നിങ്ങൾ രണ്ടുപേരും വലുതാവുമ്പോ കെട്ടിച്ചു വിടണ്ടേ? 2 പെൺപിള്ളേരാണ്. പോരാത്തതിന് കുണിക്കുകയുമുണ്ട്. അമ്മേ, പിറന്നാൾ ദിവസമെങ്കിലും അമ്മ ഇങ്ങനെയൊക്കെ ഒന്ന് പറയാണ്ടിരിക്കൂ. ഞാനൊന്നും പറയുന്നില്ല. ദേ മണി ഇപ്പൊ 6 ആകും. മുറ്റത്ത് വിളിച്ച ആൾക്കാരും അയൽക്കാരും എല്ലാരും വരും. കേക്കില്ലാതെ ബർത്ത്ഡേ നടന്നത് തന്നെ. അച്ഛാ, കേക്ക് കിട്ടിയില്ലേ? കേക്ക് എല്ലാം കിട്ടി എന്റെ നീതുമോളെ. നല്ല അടിപൊളി കേക്ക്. ഞാൻ ദേ അവിടെ ഡെക്കറേറ്റ് ചെയ്യുന്ന അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്കെന്നാ മുറ്റത്തേക്ക് ഇറങ്ങാം. ഓരോരുത്തരായിട്ട് ഇപ്പൊ വന്നു തുടങ്ങിയില്ലേ? ഓ, ആശ്വാസമായി. എന്നാ നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാം. അങ്ങനെ എല്ലാരും കൂടി ഇറങ്ങിയാലോ? ഞാൻ റെഡി ആയിട്ടില്ല. നമുക്ക് ഒരുമിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാം. അമ്മ വന്നാ മതി. നമ്മുടെ മുറ്റത്തല്ലേ, അല്ലാതെ ദൂരെയൊന്നും അല്ലല്ലോ. പിന്നെന്താ? കുണുക്ക, അങ്ങനെയൊന്നും പറയല്ലേട്ടോ. എല്ലാം പിള്ളേരെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുക. ഞാൻ പോയി റെഡി ആയിട്ട് വരാം. എന്താ അച്ഛന്റെ കുണിക്കുമൊക്കെ ഒരു സങ്കടം? അതൊന്നും സാരയില്ല. അച്ഛൻ പുതിയ കേക്ക് വാങ്ങിയല്ലോ. എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. എടി അക്കു, നോക്കിയടി, ഇവളുടെ ബർത്ത്ഡേ ഇത്ര സെറ്റപ്പ് ആയിട്ടായിരുന്നു നടത്തുന്നത്. അതേടി മീനു, എനിക്ക് ഇവളെ ഇഷ്ടമല്ലെന്ന് നിനക്കറിയാലോ. പിന്നെ ബർത്ത്ഡേ എന്റെ വീട്ടിൽ വിളിച്ചപ്പോ ഞാൻ വന്നതേ ബർത്ത്ഡേ പരിപാടി പൊട്ടയാണെന്നും പറഞ്ഞ് സ്കൂളിൽ പോയി പറഞ്ഞ് കളിയാക്കാനാ. ഇതിപ്പോ എൻട്രൻസ് തന്നെ അടിപൊളിയാണല്ലോ. ഓ, ആ ബലൂണാർക്കും അവളുടെ ഫോട്ടോയും കണ്ടില്ലേ? ഓ, ഇതൊന്നും കാണാൻ എന്നെ കൊണ്ട് വയ്യ. നമുക്ക് തിരിച്ചു പോയാലോ? എനിക്ക് തിരിച്ചു പോകണമെന്നുണ്ട്. പക്ഷെ ഈ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് അടിപൊളി ബർത്ത്ഡേ ആണെന്നാ തോന്നുന്നേ. അങ്ങനെ സന്തോഷിക്കാൻ അവളെ വിടരുത്. എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് കൊളോക്കണം. എന്ത് കൊളോക്കാൻ? ശ്രീകുട്ടിയുടെ ബർത്ത്ഡേ കിട്ടിയത് നീ മറന്നുപോയോ? അതൊക്കെ ആരോർത്തിരിക്കാനാ? ഇവളുടെ ബർത്ത്ഡേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് കൊളോക്കണം. നീ എന്താണ് ഉദ്ദേശിക്കണേ? വെറുതെ തല്ലുമേടിപ്പിക്കാനാണോ? ആൾറെഡി ഇവക്ക് എന്തായാലും കുറെ ഗിഫ്റ്റ് കിട്ടില്ലേ? ഇവക്ക് കിട്ടുന്ന 2 ഗിഫ്റ്റെങ്കിലും നമുക്ക് ഇന്ന് അടിച്ചു മാറ്റണം. അയ്യോടി, അത് വേണോ? എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം. വാ എടി, നോക്കിയടി, എന്തോരം ഫുഡ് ഐറ്റംസാ. ഇവളേലും നല്ലോണം ബർത്ത്ഡേ നടത്തണമെന്ന് കരുതിയതാ ഞാൻ. ഇനി അത് നടക്കില്ലല്ലോടി. ശരിയാടി, ഇത്രയൊന്നും ചെയ്യാൻ നമ്മുടെ വീട്ടുകാർക്ക് പറ്റില്ല. നമുക്ക് പോയി ഫുഡ് കഴിച്ചാലോ? കുറെ വാങ്ങി കഴിക്കാം. ആൾക്കാർ വരുമ്പോ ഫുഡ് തികയരുത്. ബെസ്റ്റ്. നമ്മ രണ്ടും എന്തോരെന്ന് വെച്ചാൽ കഴിക്കാനാണ്. കഴിക്കണ്ട, വാങ്ങിക്കൊണ്ടുപോയി കളയാം. അതിന് കേക്ക് കട്ട് ചെയ്യാതെ ആരെങ്കിലും ഫുഡ് വിളമ്പി തുടങ്ങൂടി. അല്ലടി, നമുക്ക് നീതുമോളെ ഫാമിലിനെയും കാണണ്ടേ? ഓ, നാശം. വാ, ആദ്യം പോയി അത് കാണാം. ഹാപ്പി ബർത്ത്ഡേ നീതുമോളെ. താങ്ക് യു ആന്റി, അങ്കിൾ. ആഹാ, കുണിക്കാണോ ചോദിച്ചേ? അതെ, ആന്റിയുടെ അങ്കിളിന്റെയും കൂടി ഗിഫ്റ്റ് ആട്ടോ. രണ്ടുപേർക്കും അങ്കിൾ ഒരു വലിയ ഗിഫ്റ്റുമായിട്ട് വരും. നിങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേക്ക് അങ്കിളിനെ ആന്റിനെ വിളിക്കട്ടോ. ഓ, ഈ കുണിക്കിയുടെ ഒരു കാര്യം. നിങ്ങൾ ഇരിക്കൂട്ടോ. വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചില്ലേ? കേക്ക് കുറച്ച് കഴിയുമ്പോ കട്ട് ചെയ്യും. കുറച്ച് ആൾക്കാരും കൂടി വരട്ടേന്ന് കരുതിയിട്ടാ. പതിയെ മതി, ഞങ്ങൾക്ക് അങ്ങനെ ധൃതിയൊന്നുമില്ല. ഞങ്ങൾ എന്നാ അങ്ങോട്ട് ഇരിക്കട്ടെ. അയ്യോ, ഇവരുടെ ഒരു കാര്യം. ഗിഫ്റ്റ് ഒന്നും ഇപ്പഴല്ല തുറക്കണേ. ബർത്ത്ഡേ കഴിഞ്ഞ് എല്ലാരും പോകുമ്പോഴാ. രണ്ടുപേരും കൂടി പോയിട്ടുണ്ട്. ഇനി എപ്പോഴാണാവോ ഇടിയിട്ട് തല്ലി പിടിച്ച് വരുന്നതെന്ന് അറിയില്ല. അമ്മ, അവര് പോയവിടെ ആരെങ്കിലും ഉണ്ടോ? അച്ഛനും അച്ഛമ്മയൊക്കെ അവിടെ നിൽപ്പില്ലേ? കുഴപ്പമില്ല. സമയം 7:30 വിളിച്ച പകുതി ആൾക്കാരും വന്നു. നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ? അയ്യോ, കുറച്ചു പേരും കൂടി വരാനില്ലേ? നമുക്കൊരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. നീതുമോളെ, നിന്റെ ക്ലാസ്സിലെ ശത്രുവാണെന്ന് നീ പറയുന്ന അക്കു എന്ന് പറഞ്ഞ കുട്ടിയില്ലേ, അത് വന്നിട്ടുണ്ടല്ലോ. അവള് വന്നോ? എന്നിട്ട് എന്നെ കാണാൻ വന്നില്ലല്ലോ. ഇങ്ങോട്ട് വന്നില്ലേ? വരുമായിരിക്കും. എന്തായാലും ഇനി വഴക്കൊന്നും വേണ്ട. അവള് നമ്മുടെ വീട്ടിൽ ബർത്ത്ഡേക്ക് വന്നതല്ലേ, കേട്ടല്ലോ. അവള് കുണിക്കുമോളെ പണ്ട് ഒരുപാട് കളിയാക്കിയതാ. മക്കളെ, വീട്ടിലൊരു പരിപാടി വെച്ചിട്ട് നമ്മൾ വിളിച്ചിട്ട് വന്നത് അവര്. അപ്പൊ അവരോട് അതൊന്നും കാണിക്കാൻ പാടില്ല, കേട്ടല്ലോ. സ്ട്രോബെറി ഐസ്ക്രീമോ? അതെന്താ ഐസ്ക്രീമാ? അയ്യോ കുട്ടികളെ, കേക്ക് മുറിച്ച് കഴിഞ്ഞാണല്ലോ ഐസ്ക്രീമും ഫുഡും കൊടുക്കുന്നേ. പിള്ളേരല്ലേ, കൊടുത്തേക്കാം. പിള്ളേരെ, നിങ്ങൾ എന്തിനാ ഇപ്പഴും ഐസ്ക്രീം കഴിക്കണേ? നിങ്ങൾക്ക് തൊണ്ടവേദന എടുക്കൂലേ? എടോ, കേക്ക് മുറിച്ച് കഴിഞ്ഞാലോ ഭക്ഷണം കൊടുക്കേണ്ടത്? നിങ്ങൾ എന്തിനാ ഇപ്പഴേ കൊടുത്തേ?
അത് കുട്ടികളല്ലേ, അവര് ചോദിച്ചപ്പോ കൊടുത്തതാ. ഒന്നാമത് തൊണ്ടവേദനയാണ്. ഇനി ഈ ഐസ്ക്രീം എങ്ങാനും കഴിച്ചിട്ട് കുട്ടികൾക്ക് വരെ തൊണ്ടവേദന എടുത്ത് അപ്പം ഞാൻ പറയാം. എന്ത് നോക്കി നിൽക്കുവാ വാ പിള്ളേരെ. ഓ എന്തൊരു സാധന അവര്. ഹായ് ചേച്ചി ബലൂൺ. വീട് ഇത് തന്നെയാന്ന് തോന്നണ ചൊക്കി. നമുക്ക് ഇവിടെ നിൽക്കാൻ. നമ്മുടെ അമ്മ ജോലി കഴിഞ്ഞ് ഇങ്ങോട്ടല്ലേ വരുന്നേ. ഹായ് ഐസ്ക്രീം. ഐസ്ക്രീം ഒന്നും മേടിക്കണ്ട കേട്ടാ, അമ്മ വരട്ടെ എന്നിട്ട് അകത്ത് കയറിയാ മതി. വിശക്കുമ്പോ ചേച്ചി. ഹായ് നല്ല മണം. ദേ ഇവിടെ ബിരിയാണിയുണ്ട്. അതൊന്നും വേണ്ട ചൊക്കി, അമ്മ വരുമ്പോ നമുക്ക് അകത്ത് കയറിയാ മതി. അമ്മ നമ്മളോട് റെഡിയായി ഇവിടെ നിൽക്കാനല്ലേ പറഞ്ഞു, ഇപ്പൊ കേറണ്ട. ചേട്ടാ ചേട്ടാ കുറച്ച് ബിരിയാണി തന്നു, നമുക്ക് വിശന്നിട്ട് പോയി, ഒന്ന് തരുമോ പ്ലീസ് ചേട്ടാ. ചൊക്കി നെല്ലി ചോദിക്കല്ലേ. അയ്യോ വിശക്കുന്നോന്നോ? അപ്പൊ മക്കളൊന്നും കഴിച്ചില്ലേ? ഉച്ചക്ക് ഒന്നും കഴിക്കാനില്ലായിരുന്നു. എടാ ഇത് നമ്മുടെ വടക്കേ കോളഞ്ഞ തെരുവിലെ പിള്ളേരെ, ആ ചപ്പ് ചവറൊക്കെ വരുന്നേ. ഇവര് പട്ടിണിയെ കിടക്കാറ്. ഇവരാരെ ബർത്ത്ഡേ വിളിച്ചെന്നാവോ? വിളിക്കാതെ പിന്നെ അവര് വരുമോ? പാവം, നമുക്കിത്തിരി ഭക്ഷണം കൊടുത്താലോ? കേക്ക് മുറിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോടാ. അതൊന്നും സാരയില്ല, കൊടുക്കാം, പാവങ്ങള്. മക്കളെ നിങ്ങൾ ആരാ ബർത്ത്ഡേക്ക് വിളിച്ചേ? ഇവിടുത്തെ അമ്മയാ. കണ്ടില്ലേ, ഇവരെ ബർത്ത്ഡേക്ക് വിളിച്ചിട്ട് വന്നതാ. നമുക്ക് എന്തായാലും കൊടുക്കാം, വാ. ഹായ് നല്ല മണമല്ലേ ചൊക്കി, നമുക്ക് കഴിക്കാം. ഇതൊക്കെ ആരാ? ഏതടി പിള്ളേര് നീ? ഞങ്ങൾ അപ്പുറത്തെ ലൈനിൽ താമസിക്കുന്നവരാ. നീതുവിറ്റയുടെ കൂട്ടുകാരികളാകാൻ വഴിയില്ല. പന്ന പിള്ളേര്, എന്താ കോലം. എന്താടാ ഇവര് പറയുന്നേ? ആ കുട്ടികൾ പറഞ്ഞല്ലോ അമ്മച്ചി വിളിച്ചിട്ടാണ് ബർത്ത്ഡേക്ക് വന്നതെന്ന്. എടോ വഴി പോണോ അലവരാതി പന്ന പിള്ളേര് വന്ന് ചോദിച്ചാൽ കൊടുക്കാനുള്ളതല്ലേ ഈ ഫുഡ്. കേട്ടല്ലോ, എന്റെ മോൻ കാശ് മുടക്കി കഷ്ടപ്പെട്ട് മേടിച്ച് വെച്ചിരിക്കുന്നത് ബർത്ത്ഡേക്ക് വിളിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. ഞങ്ങളെ വിളിച്ചിട്ട് വന്നതാ അമ്മേ. അമ്മയോ? ആരുടെ അമ്മ? എന്നെ അങ്ങനെയൊന്നും വിളിക്കരുത്. അയ്യേ, ഞാൻ അത്രക്ക് താഴ്ന്നു കിടക്കുന്നല്ല അമ്മയെന്ന് പോലും. അയ്യോ പാവം പിള്ളേര്, ഇവരെന്താ ഇങ്ങനെ? ചേച്ചി അവര് കഴിക്കട്ടെ, എന്തായാലും കൊടുത്തു പോയില്ലേ? ചേച്ചി അവര് കഴിക്കട്ടെ, കൊടുത്തു പോയില്ലേ? അത്രക്ക് തെണ്ണുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാറില്ലേ കാശ് കൊടുത്ത് മേടിച്ച്? ചൊക്കി, നമുക്ക് ഈ ഭക്ഷണം തിരിച്ച് ടേബിളിൽ കൊണ്ട് വെക്കാം, വാ. ചുക്കിമോൾക്ക് വിശന്നിട്ടാ ചേച്ചി. വേണ്ട വേണ്ട, നമുക്കിത് കഴിക്കണ്ട, നമുക്ക് അവിടെ വെച്ചിട്ട് പോകാം. ഞങ്ങളോട് ക്ഷമിക്കണേ ചേച്ചി. ഇവിടെ കൊണ്ടുപോയി പ്ലേറ്റൊക്കെ. നീയൊക്കെ കഴിച്ചതിന്റെ ബാക്കി ഇനി ആരെങ്കിലും കഴിക്കോ? എല്ലാ വിരുന്നുകാരും കഴിക്കണേ മുമ്പ് ആദ്യം തന്നെ അവർക്കൊക്കെ കഴിക്കണമെന്ന് നിർബന്ധം. ഇവിടെ എന്താ പ്രശ്നം നടക്കുവാണല്ലോടി? എടി ഇതാ തെരുവിലെ പിള്ളേരല്ലേ, അവര് വിളിക്കാതെ വന്ന് ഫുഡ് കഴിച്ചു എന്നാ തോന്നുന്നേ. ഇത് തന്നെ പറ്റിയ അവസരം, നമുക്ക് ഇവിടെ ബർത്ത്ഡേ കൊളോക്കാടി, വാ. അയ്യ ആന്റി, ഇവര് നിങ്ങളുടെ ബന്ധുക്കളാണോ? ബന്ധുക്കളോ? ഞങ്ങളുടെ ബന്ധുക്കളൊന്നും അല്ല. നല്ലൊരു ഗ്രാൻഡ് പരിപാടിയാന്ന് കരുതിയാ ഞങ്ങൾ വന്നത്. ഇതേപോലുള്ള ആൾക്കാരെയാണ് നിങ്ങൾ ക്ഷണിച്ചതെങ്കിൽ ഞങ്ങൾ വരില്ലായിരുന്നു. അതെ, പപ്പയും മമ്മയും ഞങ്ങളെ വിടില്ലായിരുന്നു. അയ്യേ, നീതുവൊക്കെ ഇത്തരത്തിലുള്ള ഫാമിലി ആണല്ലേ. ആൾക്കാരെ കൊണ്ട് പറയിച്ചപ്പോ മതിയായോടി നിനക്കൊക്കെ. ആന്റി, ഞങ്ങൾ പോയിക്കോളാന്ന് പറഞ്ഞില്ലേ, ഇനിയൊന്നും പറയല്ലേ. ചേച്ചി അയ്യോ എന്നാ ചേച്ചി കരയമ്മേ. കരയെന്താ, ഐസ്ക്രീം എടുത്ത് തരാം. കുണിക്ക് നിനക്ക് എങ്ങനെ ഇവരറിയാം? ഇവിടെ ഞാൻ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഞങ്ങളെ ബർത്ത്ഡേ വിളിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ വിളിച്ചിട്ടാ വന്നു. ഗീതേ മാധവ, അപ്പുറത്ത് വഴക്കെന്തോ നടക്കുന്നുണ്ട്. വഴക്കോ? എന്ത് പറ്റി? ആർക്ക് തമ്മിലാ? അതറിയില്ല, ഏതോ നാടോടിക്കുട്ടികൾ ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ട്. അവര് മോഷ്ടിക്കാൻ വന്നതാന്നും പറഞ്ഞ എല്ലാരും വഴക്ക് പറയുന്നേ. പക്ഷെ അവര് പറയുന്നത് നിങ്ങൾ വിളിച്ചിട്ട് വന്നതാന്നാ. അയ്യോ അല്ലോ ചൊക്കിയായിരിക്കും അത്. എവിടെ അവര്? ഇനി ഗീതക്കറിയോ അവരെ? നമുക്ക് അവരെ പോയിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം, വാ. എന്താ ഇവിടെ? എന്താ അല്ലേ ചൊക്കി?